നമസ്കാരം. ജനഹിതം 2024 10-ാം ഭാഗത്തേക്ക് സ്വാഗതം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്യുക. തൃശൂർ, ഒല്ലൂർ, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട തുടങ്ങി 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. ഇത്തവണത്തെ പ്രബല സ്ഥാനാർത്ഥികൾ BJPക്ക് വേണ്ടി ശ്രീ സുരേഷ് ഗോപി, CPIയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ VS സുനിൽകുമാർ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ശ്രീ K മുരളീധരൻ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് തൃശൂർ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടർമാരുമായി ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അവരുടെ അഭിപ്രായങ്ങൾ കൂട്ടിയെടുത്തതാണ് ഇതിലെ കണക്കുകൾ. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് അനുകൂലമായി 36% വോട്ടർമാരും കോൺഗ്രസിന് അനുകൂലമായി 30% വോട്ടർമാരും LDFന് അനുകൂലമായി അഥവാ CPIക്ക് അനുകൂലമായി 29% വോട്ടർമാരും സംസാരിക്കുകയുണ്ടായി. ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 46,500 വോട്ടുകൾ BJPക്കും 38,750 വോട്ടുകൾ കോൺഗ്രസിനും 37,458 വോട്ടുകൾ CPIക്കും ലഭിക്കാം. ഇനി ഒല്ലൂർ നിയമസഭാ മണ്ഡലം പരിശോധിക്കുമ്പോൾ 32% പേർ BJP വിജയിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ 31% പേർ കോൺഗ്രസ് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചു. 32% പേർ CPIയുടെ വിജയം ആഗ്രഹിച്ചു. ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 49,891 വോട്ടുകൾ BJPക്കും 48,332 വോട്ടുകൾ കോൺഗ്രസിനും 49,891 വോട്ടുകൾ തന്നെ CPIക്കും ലഭിക്കാം. പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 35% പേർ BJPയുടെ വിജയം ആഗ്രഹിച്ചപ്പോൾ 31% പേർ കോൺഗ്രസിന്റെ വിജയവും 30% പേർ CPIയുടെ വിജയവും ആഗ്രഹിച്ചു. 51,256 വോട്ടുകൾ വരെ BJPക്കും 45,391 വോട്ടുകൾ വരെ കോൺഗ്രസിനും 43,934 വോട്ടുകൾ വരെ CPIക്കും ലഭിക്കാം. മണലൂർ നിയമസഭാ മണ്ഡലത്തിൽ 31% പേർ BJPയുടെ വിജയവും 32% പേർ കോൺഗ്രസിന്റെ വിജയവും അതേ 32% പേർ തന്നെ CPIയുടെ വിജയവും ആഗ്രഹിക്കുന്നു. അതായത് 49,273 വോട്ടുകൾ BJPക്കും 50,863 വോട്ടുകൾ കോൺഗ്രസിനും 50,863 വോട്ടുകൾ CPIക്കും ലഭിക്കാം. ഗുരുവായൂർ നിയമസഭാ മണ്ഡലം പരിശോധിക്കുമ്പോൾ 34% പേർ BJPക്ക് അനുകൂലമായും 31% പേർ കോൺഗ്രസിന് അനുകൂലമായും 30% പേർ CPIക്ക് അനുകൂലമായും സംസാരിച്ചു. 51,459 വോട്ടുകൾ BJPക്കും 49,945 വോട്ടുകൾ കോൺഗ്രസിനും 45,405 വോട്ടുകൾ CPIക്കും ലഭിക്കാം. നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ 33% പേർ BJPയുടെ വിജയം ആഗ്രഹിച്ചപ്പോൾ 29% പേർ കോൺഗ്രസിന്റെ വിജയവും 34% പേർ CPIയുടെ വിജയവും ആഗ്രഹിക്കുന്നു. അതായത് 48,703 വോട്ടുകൾ വരെ BJPക്കും 42,799 വോട്ടുകൾ വരെ കോൺഗ്രസിനും 50,178 വോട്ടുകൾ വരെ CPIക്കും ലഭിക്കാം. ഇനി ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ 34% പേർ BJPയുടെ വിജയം ആഗ്രഹിച്ചപ്പോൾ 31% പേർ കോൺഗ്രസിന്റെ വിജയവും 30% പേർ CPIയുടെ വിജയവും ആഗ്രഹിച്ചു. അതായത് 48,941 വോട്ടുകൾ BJPക്കും 44,623 വോട്ടുകൾ കോൺഗ്രസിനും 43,184 വോട്ടുകൾ CPIക്കും ലഭിക്കാം. ആകെ വോട്ടുകൾ കണക്ക് കൂട്ടുമ്പോൾ BJPക്ക് 3,46,023 വോട്ടുകളും കോൺഗ്രസിന് 3,20,710 വോട്ടുകളും LDFന് 3,20,913 വോട്ടുകളും ലഭിക്കാം. അതായത് ശ്രീ സുരേഷ് ഗോപിക്ക് 3,46,023 വോട്ടുകളും ശ്രീ VS സുനിൽകുമാറിന് 3,20,913 വോട്ടുകളും ശ്രീ K മുരളീധരന് 3,20,710 വോട്ടുകളും വരെ ലഭിക്കാം. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 25,110 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ശ്രീ സുരേഷ് ഗോപി വിജയിക്കാനാണ് സാധ്യത. മറ്റു പല സർവേകളിലും പറയുന്നത് പോലെ UDFൻ്റെയോ CPIയുടെയോ വിജയമല്ല ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കിട്ടുന്നത്. തീർച്ചയായും ഞങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടിയ കണക്കുകൾ അനുസരിച്ച് ശ്രീ സുരേഷ് ഗോപി 25,110 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാണ് സാധ്യത. രണ്ടാം സ്ഥാനത്ത് വരുന്ന ശ്രീ VS സുനിൽകുമാറും ശ്രീ K മുരളീധരനും തമ്മിൽ ഏതാണ്ട് 200 വോട്ടുകളുടെ മാത്രം വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ആലത്തൂർ ലോക്സഭാ മണ്ഡലം പരിശോധിക്കാം. നന്ദി, നമസ്കാരം.